Hello everyone, I am Rida Sharif, second year computer science student, and I am discussing that seminar topic is historical development. Historical development in optical fiber communication ലുള്ള historical development കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. Optical fiber communication has revolutionized the way data is transmitted over long distances. It enables high-speed, high-bandwidth communication with minimal signal loss. The development of optical fiber communication is a result of contributions from physics, material science, and engineering over several decades. This seminar covers the historical milestones that led to modern optical fiber technology. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷനൈസ്ഡ് വേ ഓഫ് ഡാറ്റയാണ് ട്രാൻസ്മിറ്റഡ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ. ഇറ്റ് ഇനാബിൾസ് ഹൈ സ്പീഡ് ഹൈ ബാൻഡ്വിഡ്ത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ ഇനാബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഫ്രം ഫിസിക്സ് മെറ്റീരിയൽ സയൻസിൻ്റെ ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ഈ സെമിനാറിലൂടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ മൈൽസ്റ്റോൺസ് ദാറ്റ് ലെഡ് ടു മോഡേൺ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജീനെ ലെഡ് ചെയ്യണ ഹിസ്റ്റോറിക്കൽ മൈൽസ്റ്റോൺസ് ഒക്കെ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഏർലി തിയറീസ് ആൻഡ് ഡിസ്കവറീസും ആദ്യത്തെ തിയറീസും ഡിസ്കവറീസും ഒക്കെ എന്താണെന്ന് നോക്കാം. 19th സെഞ്ചുറി ഏർലി 20th സെഞ്ചുറിയിലുള്ള ഏർലി തിയറീസും ഡിസ്കവറീസും ഒക്കെ. അതിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ 1840s. The principle of total internal reflection, which is the foundation of optical fiber, was first studied by Jean Daniel Colladon 1842 and John Tyndall 1854. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ഫസ്റ്റായിട്ട് ഇത് സ്റ്റഡി ചെയ്തിട്ടുള്ളത് ജീൻ ഡാനിയൽ കൊളാട്ടനും അതുപോലെ തന്നെ ജോൺ ടിൻഡലും ആണിത് ഫസ്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അടുത്ത ഫസ്റ്റ് ലൈറ്റ് ട്രാൻസ്മിഷൻ ത്രൂ റോഡ്സിലൂടെയുള്ള ഫസ്റ്റ് ലൈറ്റ് ട്രാൻസ്മിഷൻ 1880s. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും ആൻഡ് ചാൾസ് സംനർ ടേഞ്ചറും ആണ് 1880 developed the photophone, which used light to transmit sound. ലൈറ്റിന് സൗണ്ട് ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യാം through not an optical fiber. This was the one of the earliest uses of light for communication. ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് യൂസാണ് ലൈറ്റിൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് യൂസാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തെന്ന് പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ഓഫ് ഒപ്റ്റിക്കൽ വേവ് ഗൈഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് 1950s തൊട്ട് 1960s വരെ ഉള്ളതാണ് വേവ് ഗൈഡ്സ്. ഡൈഇലക്ട്രിക് വേവ് ഗൈഡ് തിയറി 1950s. Scientists began developing theories for guiding light in dielectric materials that do not conduct electricity but support electromagnetic fields. The researchers explored the use of thin glass fibers to guide light. Researchers ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് the use of thin glassൻ്റെ യൂസ് ഫൈബേഴ്സ് ടു ലൈറ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇൻവെൻഷൻ ഓഫ് ദ ലേസറിൻ്റെ ഇൻവെൻഷൻ 1960. The development of the laser by Theodore Maiman in 1960 provided a coherent light source which was essential for optical communication. essential ആണ്. ഇപ്പോൾ തിയഡർ മെയ്മാൻ ആണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് സോഴ്സ്. ലോസ് പ്രോബ്ലം ഇൻ ഏർലി ഫൈബേഴ്സിലുള്ള ലോസ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് നോക്കാം. ഏർലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് സഫേർഡ് ഫ്രം ഹൈ സിഗ്നൽ ലോസ് 1000 dB or km, making them impractical for long distance communication. അതായത് ഏർലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് സഫർ ചെയ്തിട്ടുണ്ട് ഫ്രം ഹൈ സിഗ്നൽ ലോസ്, അതായത് 1000 dB or കിലോമീറ്റർ, മേക്കിംഗ് ദം ഇംപ്രാക്ടിക്കൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവർ സഫർ ചെയ്തിട്ടുണ്ട്, ഹൈ സിഗ്നൽ ലോസ് സഫർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രേക്ക് ത്രൂ ഇൻ ലോ ലോസ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലോ ലോസ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ 1966 to 1970s ഒരു ബ്രേക്ക് ത്രൂ ആണ് നമ്മൾ നോക്കുന്നത്. ചാൾസ് കൗസ് ഡിസ്കവറി 1966.
Charles K. Keogh and George Hockham at Standard Telecommunication Laboratories (STL) proposed that ultra-pure glass fibers could be used for long-distance optical communication. അതായത് ഈ ചാൾസ് കെ കെയോ ജോർജ് ഹോക്കം ആയിട്ട് ഇവരാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് അൾട്രാ പ്യുവർ ഗ്ലാസ് ഫൈബേഴ്സ് കുഡ് ബി യൂസ്ഡ്. ഇത് അൾട്രാ ഫൈബേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും ഫോർ ലോങ് ഡിസ്റ്റൻസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇവരാണ് കണ്ടെത്തിയിട്ടുള്ളത്. കെയോ predicted that fibers with attenuation below 20 dB would be feasible for communication വേണ്ടി ഇത് നമുക്ക് ഫീസിബിൾ ആണെന്ന് കെയോ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലോ ലോസ് ഫൈബർ, ആദ്യത്തെ ലോ ലോസ് ഫൈബർ 1970 കോണിംഗ് ഗ്ലാസ് വർക്ക്സ് പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് ലോ ലോസ് ഒപ്റ്റിക്കൽ ഫൈബർ കോണിംഗ് ഗ്ലാസ് 70 dB യൂസിങ് അൾട്രാ പ്യുവർ സിലിക്ക ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കോണിംഗ് ഗ്ലാസ് പറഞ്ഞിട്ട് സയൻറ്റിസ്റ്റ്. ദിസ് ബ്രേക്ക് ത്രൂ മെയ്ഡ് ഫൈബർ ഓപ്റ്റിക്സ് എ പ്രാക്ടിക്കൽ ടെക്നോളജി ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ. ഈ ബ്രേക്ക് ത്രൂ മെയ്ഡ് ഫൈബർ ഓപ്റ്റിക്സ് പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഫൈബർ ഓപ്റ്റിക്സ്. ഓക്കെ, ദ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിൻ്റെ ഒക്കെ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 1970s തൊട്ട് 1990s വരെ ഉള്ളത്. ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ ടെലിഫോൺ സിസ്റ്റം 1977. The first commercial fiber optic communication system was installed in Chicago, USA and London. ഷിക്കാഗോയിലും ലണ്ടനിലുമാണ് ഇത് ഒരു ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് 1977. It demonstrated the potential of fiber optics in telecommunication networks. It demonstrated ചെയ്തിട്ടുള്ളത് the potential of fiber optics in telecommunication networksന് വേണ്ടിയിട്ട്. The development of single mode fiber 1980s single mode fiber development. Single mode fibers which allowed long distance high bandwidth communication were developed. ഇത് സിംഗിൾ മോഡ് ഫൈബേഴ്സ് വിച്ച് അലൗഡ് ലോങ് ഡിസ്റ്റൻസ് അലോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ഹാൻഡ് വിഡ്ത്ത് കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇംപ്രൂവ്ഡ് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് സിഗ്നൽ ലോസ്. ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തിന്? ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് സിഗ്നൽ ലോസ് റെഡ്യൂസ് ചെയ്യാനും. അടുത്ത ഇൻട്രൊഡക്ഷൻ ഓഫ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് WDM 1990s ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വേവ് ലെങ്ത് WDM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. WDM ടെക്നോളജി അലൗഡ് മൾട്ടിപ്പിൾ സിഗ്നൽസ് അലോ ചെയ്തിട്ടുണ്ട് ടു ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എ സിംഗിൾ ഫൈബർ by using different wavelengths of light. Wavelength of light യൂസ് ചെയ്തിട്ട്. This significantly increased data capacity. ഇത് ഡാറ്റ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അടുത്താണ് മോഡേൺ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മോഡേൺ ഒപ്റ്റിക്കലായിട്ടുള്ള ഫൈബർ കമ്മ്യൂണിക്കേഷൻ 20s അതായത് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രാൻസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് DWDM ആണ്. ഇംപ്രൂവ്ഡ് WDM ടെക്നോളജി അലോവിങ് 100 of channels on a single fiber. ടെക്നോളജി 100 of channels ആണ് സിംഗിൾ ഫൈബറിൽ അലോ ചെയ്തിട്ടുണ്ട്. ടെക്നോളജി ഇൻക്രീസ്ഡ് ഡാറ്റ റേറ്റ്സ് ടു ടെറാബിറ്റ്സ് പെർ സെക്കൻഡ്. ഇൻക്രീസ്ഡ് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് ടെറാബിറ്റ്സ് പെർ സെക്കൻഡ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് EDFA RPM ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ eliminated the need for electrical repeaters, improving efficiency and reducing cost. Fiber to the home FTTH and 5G networks. Optical fiber become essential for high-speed broadband and 5G communication. Optical fiber become essential for high-speed broadband and 5G communication. Google Fiber, Verizon Fios and other ISPs starting developing the FTTH networks. Quantum communication and beyond. The research into quantum cryptography and photonic computing is paving the way for more secure and efficient optical communication. നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. The historical development of fiber
optical fiber communication has transformed global connectivity. From early light guidance theories to high-speed internet, optical fibers continue to evolve with innovation in photonics and quantum technologies. With advancements like 6G, quantum networks, and AI-driven fiber optics, the future holds even more revolutionary changes in communication technology. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ കണക്ടിവിറ്റി ആയിട്ട് ഭയങ്കര ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അഡ്വാൻസ്മെൻറ്റ്സ് ലൈക്ക് 6G, ക്വാണ്ടം, ഇതൊക്കെ ഹോൾസ് ഈവൻ മോർ റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ഫൈബർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക് യു.